അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. നിന്നോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്നോടാണോ നിന്റെ ഭാര്യയോടാണോ കൂടുതൽ ഇഷ്ടം? അത് ചോദിക്കാനുണ്ട്. നിന്നോട് അല്ലാതെ പിന്നെ ആരോട്? എന്നിട്ടാണോ ഒരാഴ്ച ഇങ്ങോട്ട് വന്നിട്ട്? അത് പിന്നെ നിനക്കറിയില്ലേ എൻ്റെ ജോലി തിരക്ക്. അത് മാത്രമല്ല എൻ്റെ സാഹചര്യത്തെക്കുറിച്ചും നിനക്കറിയില്ലേ. നാട്ടുകാരൊക്കെ പലതും ചോദിക്കാൻ തുടങ്ങി. നാട്ടുകാരെന്താ പറയാ? പറഞ്ഞു വിട്ടെ. പറഞ്ഞാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് ഭാര്യയുണ്ട്, എനിക്കല്ലാരും ഇല്ലാത്ത. നിനക്കറിയാലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. കല്യാണം കഴിക്കണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങണം, അല്ലാതെ ഇങ്ങനെ പറഞ്ഞോട്ട് കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് വാങ്ങണം, അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? എന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടോ? ചേട്ടനോ? നിനക്ക് അറിഞ്ഞു ചേട്ടനാ? അരുണ് ഇവിടെ കെട്ടിയോൻ. എന്താ ഇല്ലെന്നാ പിന്നെ കാണാൻ കേട്ടാ ഒരു പെണ്ണെ കെട്ടി വീട്ടിൽ വിട്ട് പണ്ട് പെണ്ണോട് അഴിഞ്ഞാടാ. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാനെന്നാ മനസ്സിലാക്കണം. ചേട്ടാ ഞാൻ എന്ത് തെറ്റാ ചേട്ടനോട് ചെയ്തത്? നീ എന്ത് തെറ്റാണ് ചെയ്യാത്തത്? ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ, ഞാൻ ചേട്ടന്റെ ഭാര്യയല്ലേ ഏട്ടാ. ഭാര്യ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടി? ഞാൻ ചേട്ടന്റെ പൊന്നു പോലെയല്ലേ നോക്കിയത്. പൊന്നുപോലെ നോക്കുന്ന കാര്യമൊന്നും പറയണ്ട. എടി തിന്നു കുടിച്ച് തടി പോത്ത പോലെ നടക്കാനല്ല നിന്നെ എന്തിനു കൊള്ളാടി? തിന്നുകൊണ്ട് പെരുത്ത് കിടന്ന് ഉറങ്ങാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനാ കൊള്ളാം? എന്താടാ എന്തിനു പറയില്ലെന്ന്? നീ എന്തിനു തിളക്കണത്? നിനക്കൊക്കെ ഒരു കാര്യം അറിയാ? നിന്റെയൊക്കെ ഈ സഹോദരി ഉണ്ടല്ല ഇവക്കെ ഇന്ന് വരെ എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞിട്ടുണ്ടാടാ. എന്നിട്ടാണ് നീയൊക്കെ ഈ കിടന്നിട്ട് തിളക്കണത് മച്ചി. നീ എന്താടാ എന്താ ചേട്ടാ വേണ്ട ഏട്ടാ. നിനക്കൊക്കെ ആവശ്യേ ഡൈവേഴ്സ് അല്ലേ? അത് ഞാൻ അയച്ചു തരാം. അപ്പേ സമയമാകുമ്പോ സൈൻ ചെയ്ത് ഞാൻ അയച്ചു തന്നാ മതി. വന്നിരിക്കണ് ചോദിക്കാൻ. ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ ഞാനില്ല ഏട്ടാ, എനിക്ക് മനസ്സിലായി. സന്തോഷത്തോടെ ജീവിക്കട്ടെ, സന്തോഷമായിട്ടിരുന്നാ മതി ചേട്ടാ. നിന്റെ അടുത്ത് ദൈവം ചോദിക്കടാ. ഓ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. ആ കോഫി ആയോ? ഇതാ ഞാൻ കുടിച്ചതാ. നീ കുടിച്ചതായാലും കുഴപ്പമില്ല, എങ്കിലും കുഴപ്പമില്ല. എനിക്ക് വേറെ എടുത്തു. വേറെ ഇല്ല, ഞാനൊരെണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ല അപ്പൊ എനിക്ക് അടുക്കളയിൽ പാലുണ്ട്, ഉണ്ടാക്കി കഴിക്കണം. അല്ല എനിക്കങ്ങനെ ശീലമൊന്നുമില്ല. ഇതൊക്കെ ശീലിക്കാൻ എന്തിരിക്കണം? പാലെടുക്കുക, പഞ്ചാര ഇടുക, പൊടി ഇടുക, കുടിക്കുക. ഇതൊക്കെ ആരെങ്കിലും പഠിച്ചുകൊണ്ടാണോ വന്നിരിക്കുക? ഇപ്പോ ഉണ്ടാക്കണമല്ലേ? ആ ഉണ്ടാക്കണം.
നീ ഇവിടെയൊക്കെയാണോ? ചെടിയൊക്കെ ആകെ നശിച്ചു. ആ പിന്നെ ഹീറ്റർ കംപ്ലൈന്റ് ആണല്ലേ? ആ കംപ്ലൈന്റ് ആണ്. എനിക്ക് വെള്ളം ചൂടാക്കി കുളിച്ചല്ലേ ശീലം, ഒന്ന് വെള്ളം ചൂടാക്കിയിടുക. അതെ, ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല, ഭാര്യയാണ്. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ കളി കാര്യവും പോലെ. നീ നേരത്തെ വാ, നമുക്കൊന്ന് സംസാരിച്ചിട്ട്. നീ വരപ്പോഴേ ആ ജീൻസും ടൈറ്റ് ടീഷർട്ട് ഇട്ടിട്ടോ, അതാ നിനക്ക് ലുക്ക്. ചേട്ടാ ഏ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടോ? ഓ അതാ വരും. ഇല്ല ചേട്ടാ, വെള്ളം തണുത്തു പോവും. തണുത്ത ചൂടാക്കാല്ലോ. ചേട്ടാ എന്താ കാപ്പിക്ക് എന്താ ഉണ്ടാക്കണ്ടേ? എടി എന്തെങ്കിലും ഉണ്ടാക്കി വൈ തിന്ന. ദോശ മതിയോ? നീ ദോശയോ പുട്ടോ എന്ത് വേണോ ഉണ്ടാക്ക്, എല്ലാം ഒരുപോലെ തന്നെ അല്ലേ. വായിൽ വെച്ച് കൂട്ടാനും കൊള്ളൂല്ലേ, കഴിക്കാനും കൊള്ളൂല്ലേ. ഹലോ 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 എടി എടി, നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആടുത്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ വന്ന് ഉടക്കോലോട്. മാനേഴ്സ് ഉണ്ടോ നിനക്ക്? ഇന്നൊന്നും കണ്ണുമ്പെന്ന് മോങ്ങാതെ പോ. ഉള്ള കണ്ണീര് ഒഴുക്കി വയ്ക്കും. എന്തോന്ന് എന്താ ഇത്ര വൃത്തിയില്ലാതെ? വൃത്തിയോ? കുളിച്ചാ? ഇതിനൊക്കെ വൃത്തിയും കുളിയൊക്കെ ആണോ? ഇതൊക്കെ ഒരു മൂടല്ലേ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ പ്രണയിച്ചോണ്ടിരുന്നപ്പോൾ വല്ലപ്പോഴുമേ കാണാറുള്ളൂ, അപ്പം അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നീ എൻ്റെ ഭർത്താവാ. ഈ സെക്സ് എന്ന് പറയുന്നതേ രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി നടക്കുന്ന കാര്യമാണ്. എനിക്ക് എപ്പോഴും അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാ നമ്മൾ തമ്മിൽ മുന്നോട്ട് പോവില്ല. ഇത് സ്മെല്ലാണ്. ഇത് കുളിച്ചിട്ടൊക്കെ വന്ന് അടുക്കള കയറി കൂടി. ചേട്ടനും നേരെ പണിയുണ്ടായിരുന്നു. ഇങ്ങനെ നാറും. എന്തോന്ന് ജോലിയടി ഇതിനു വേണ്ടി? ചേട്ടൻ കുറെ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നാറും. എടി ഒന്ന് ആകാന്ന് വിചാരിച്ചു വന്നപ്പോഴാണ്. ചേട്ടാ ഞാൻ കുളിച്ചിട്ട് വരാം. ഓ നീ കുളിച്ചിട്ട് വരുന്ന നേരം ഞാൻ അവിടെ കടിച്ചോണ്ടിരിക്കണം. പക്ഷെ മൂടായിട്ട് വരുമ്പോഴാണ് മൂടൊന്നും. ഹലോ ഇത് ഞാനാ. ചേട്ടനോ? നിനക്ക് സുഖാണോ? എനിക്ക് സുഖമാ. ചേട്ടനോ? എന്ത് സുഖം. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും വൈകിപ്പോയി. എനിക്കിവിടെ പറ്റുന്നില്ലടി. ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട ചേട്ടാ, ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ ജീവിച്ച് ശീലിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ സുഖം. അതാകുമ്പോ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ടൻ ആഗ്രഹിക്കുന്ന സുഖങ്ങളൊന്നും തരാൻ എനിക്ക് പറ്റൂല.
പോരാഞ്ഞിട്ട് ഞാനൊരു മച്ചിയും കൂടെയാ. അതുകൊണ്ട് ചേട്ടൻ അവിടെ തന്നെ നിന്നാ മതി. അതാണ് നല്ലത്.